നെക്സ്റ്റ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്നുള്ള കൺസെപ്റ്റാണ്. നമ്മുടെ അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തണിലെ 4th മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ്. അപ്പോൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സോൾവ് കോംപ്ലക്സ് പ്രോബ്ലംസ് ബൈ ബ്രേക്കിംഗ് ദം ഇൻ ടു smaller subproblems. അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് ഒരു ലാർജ് പ്രോബ്ലം ദാറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിനകത്ത് ഓരോ സബ് പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്യുന്നു. ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സ്റ്റോറിങ് ദ റിസൾട്ട്. ഇതിനകത്ത് റിസൾട്ട് നമ്മൾ ഓരോ സബ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഈ റിസൾട്ട് എന്തിനാന്ന് വെച്ചാൽ നമുക്കിനി നെക്സ്റ്റ് കാൽക്കുലേഷൻ സ്റ്റെപ്സിൽ ഈ ഒരു സ്റ്റെപ്പ് ചിലപ്പം ചോദിക്കാം. അപ്പോൾ നമുക്ക് ആവശ്യം വരാം. അപ്പോൾ ആ സമയത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്ത ഓരോ സബ് പ്രോബ്ലം സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിങ്ങിനെയാണ് നമ്മൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ്. ഇറ്റ്സ് എ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ്. മെയിനായിട്ടും ഇതിനകത്ത് വരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സബ് പ്രോബ്ലംസിനെ ഇൻഡിവിജ്വൽ ആയിട്ട് സോൾവ് ചെയ്യുന്നു. ആ സോൾവ് ചെയ്യുന്ന റിസൾട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അത് നമുക്ക് ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അവോയ്ഡ് റിഡൻഡന്റ് കമ്പ്യൂട്ടേഷൻസ്. ഇപ്പം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. അപ്പം അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സെയിം കാര്യങ്ങൾ ഒരു തവണ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ എവിടെയൊക്കെ നമുക്കത് ആവശ്യമുണ്ടോ അന്നേരം നമുക്കത് ആ റിസൾട്ട് ഉപയോഗിച്ചാൽ അത് വീണ്ടും കമ്പ്യൂട്ടേഷൻസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിങ് മെത്തേഡാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. സെയിം കാൽക്കുലേഷൻസ് മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് ആവശ്യം വരാം. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ്. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചെയ്യുന്ന കമ്പ്യൂട്ടേഷൻസിൻ്റെ റിസൾട്ട് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ മെമ്മറൈസേഷൻ എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. ആ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൻ്റെ കേസിലെ മെമ്മറൈസേഷൻ. നമ്മൾ ഓരോ സ്റ്റെപ്പിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നു. ഇത് മെയിനായിട്ടും നമ്മൾ പ്രോബ്ലം ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്ക് ഒരു സ്മോളസ്റ്റ് കോസ്റ്റ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലാർജസ്റ്റ് വാല്യൂ നമുക്കതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു കമ്പാരിസൺ നടത്തി കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യും. പിന്നെ നമുക്ക് അത്രയും പോർഷൻസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ടും അതിനകത്ത് വരുന്ന സ്റ്റെപ്സ് അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ദ സബ് പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ ഡിവൈഡ് ദ മെയിൻ പ്രോബ്ലത്തിനെ ഡിവൈഡ് ചെയ്ത് നമ്പർ ഓഫ് സബ് പ്രോബ്ലംസ് ആയിട്ട് ചെയ്യുന്നു. ആ സബ് പ്രോബ്ലംസ് ഇൻഡിവിജ്വലി ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ദെൻ ആ സോൾവ് ചെയ്തേക്കുന്ന റിസൾട്ടുകൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അതാണ് സ്റ്റോർ സൊല്യൂഷൻ. ദെൻ ഈ ഒരു സൊല്യൂഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്തേക്കുന്ന സൊല്യൂഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഫേസിലേക്ക് ആ സൊല്യൂഷൻസിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് റിഡൻഡൻസി അവോയ്ഡും ചെയ്യാൻ പറ്റും. റിപ്പീറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, അതാണ് റിഡൻഡൻ്റ് ആയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത്. അത് നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടേഷൻ ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്ത് മെയിനായിട്ടും ഈ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അൽഗോരിതം ഉണ്ട്, ഫിബനോസി സീരീസ്. അപ്പം നമ്മളോട് എക്സാമ്പിളായിട്ട് ഏതെങ്കിലും ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ചസ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഫിബനോസി സീരീസ് എഴുതാം. അതേപോലെ ഫിബനോസി സീരീസ് ഏത് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺസെപ്റ്റുകൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാൻ പറ്റും. ഫിബനോസി സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഫിബനോസി സീരീസിനകത്ത് നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ ആണ്. അതായത് ആദ്യം 0യും 1ഉം ഇനീഷ്യലൈസ് ചെയ്തു നമ്മൾ വെച്ചു. ദെൻ ഈ 0യും 1ഉം തമ്മിൽ ആഡ് ചെയ്തു. ആ റിസൾട്ടാണ് അടുത്ത സീക്വൻസ്. 0യും 1ഉം ആഡ് ചെയ്യുന്ന 1 ആണ് അടുത്ത സീക്വൻസ്. ദെൻ അടുത്ത ഫേസിൽ ഈ 1ഉം അടുത്ത 1ഉം തമ്മിൽ ആഡ് ചെയ്യുന്നു. അതാണ് 2. അടുത്ത ഫേസിൽ പ്രീവിയസ് 2 വാല്യൂസ് 2ഉം 1ഉം ആഡ് ചെയ്യുന്നു. അടുത്ത 3. നെക്സ്റ്റ് ഫേസിൽ എന്തായിരിക്കും, ഈ 2ഉം 3ഉം തമ്മിൽ ആഡ് ചെയ്യുന്നു 5. അടുത്ത ഫേസിൽ 5ഉം 3ഉം തമ്മിൽ ആഡ് ചെയ്യുന്നു 8. ഈ രീതിക്ക് പോകുന്നു. അപ്പോൾ പ്രീവിയസ് 2 റിസൾട്ട് അല്ലെ പ്രീവിയസ് 2 വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പം അങ്ങനെ ആഡ് ചെയ്ത് പോകുന്നതിനെ ആണ് നമ്മൾ ഫിബനോസി സീരീസ് എന്ന് പറയുന്നത്. സോ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും?
അപ്പോൾ അതിനൊരു അൽഗോരിതം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ടേം എന്ന് പറയുന്നത് 0 ആയിരിക്കും, സെക്കൻഡ് ടേം 1, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. തേർഡ് ടേം എന്ന് പറയുന്നത് ഈ 0യും 1ഉം തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്. അതായത് റിസൾട്ട് ഫ്രം സ്റ്റെപ്പ് 1 ആൻഡ് റിസൾട്ട് ഫ്രം സ്റ്റെപ്പ് 2 അത് തമ്മിൽ ആഡ് ചെയ്യുന്നതാണ് തേർഡ് ടേം എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് ടേം എന്ന് പറയുന്നത് സം ഓഫ് തേർഡ് ടേം, അതായത് ഫ്രം സ്റ്റെപ്പ് 3യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും സെക്കൻഡ് ടേമും തമ്മിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഫോർത്ത് ടൈം ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ സം ഓഫ് തേർഡ് ടേം എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, അത് പ്രീവിയസ് സ്റ്റെപ്പിൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വാല്യൂ അതാണ് പ്രീവിയസ് വാല്യൂ, സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ എടുക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ഫിഫ്ത്ത് ടൈം ചെയ്യണമെന്നുണ്ടെങ്കിലോ സം ഓഫ് ഫോർത്ത് ടേം, തൊട്ട് മുന്നിലത്തെ സ്റ്റെപ്പിലെ അതായത് ഇപ്പോൾ 2, ആ 2ഉം അതിന് തൊട്ട് മുന്നിലത്തെ ഫേസിലെ 1ഉം തമ്മിൽ ആഡ് ചെയ്യണം. ഈ 2ഉം അതിന് തൊട്ട് മുന്നിലത്തെ ഫേസിലെ 1ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 3 എന്നാണ് കിട്ടുന്നത്. ആ റിസൾട്ട് അടുത്ത സ്റ്റെപ്പിൽ ആവശ്യമുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ ഈ 3യും ഈ 2ഉം തമ്മിൽ ആഡ് ചെയ്യും. ഓക്കെ, ഈ 3യും ഈ 2ഉം തമ്മിൽ ആഡ് ചെയ്ത് 5 എന്ന് കിട്ടും. ഇങ്ങനെ നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്ത് അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയോ ചെയ്യുന്നത്. സോ ഇങ്ങനെ വരുന്ന ഒരു പ്രോഗ്രാമിംഗ് അപ്രോച്ചസ് ആണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ്. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്, മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. f(0) ഇനീഷ്യലി 1 ആയിട്ട് സെറ്റ് ചെയ്തു, 0 ആയിട്ട്, f(1) 1 ആയിട്ട് സെറ്റ് ചെയ്തു. ദെൻ f(2) എന്ന് പറയുന്നത് f(1) പ്ലസ് f(0), പ്രീവിയസ് 2 റിസൾട്ട്. അടുത്ത് f(3) എന്ന് പറയുന്നത് തൊട്ട് മുന്നിലത്തെ ഔട്ട്പുട്ട്, പ്രീവിയസ് ഔട്ട്പുട്ട്, അതാണ് f(2) പ്ലസ് f(1). അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇതിൻ്റെ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആ ഫിഗർ റെപ്രസെൻറ്റേഷനിൽ കാണിച്ചിരിക്കുന്നത്. f4 എന്ന് പറയുന്നത് f3 പ്ലസ് f2 ആണ്, f3 എന്ന് പറയുന്നത് f2 പ്ലസ് f1 ആണ്, f2 എന്ന് പറയുന്നത് f1ഉം f0യും കൂടിയതാണ്. അത് ആ ഒരു രീതിയിലാണ് ആ പാറ്റേൺ കാണിച്ചേക്കുന്നത് കേട്ടോ. മെയിനായിട്ടും ഡൈനാമിക് പ്രോഗ്രാമിൻ്റെ കൺസെപ്റ്റ് അതാണ്. ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഈ ഒരു ടേബിളിൽ നമുക്ക് ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്താണ്, റിക്കേർഷൻ എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനാമിക് പ്രോഗ്രാമിംഗ് ബ്രേക്സ് ദ പ്രോബ്ലം ഇൻറ്റു സബ് പ്രോബ്ലം ആൻഡ് സ്റ്റോർ ദ റിസൾട്ട്. റിക്കേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തന്നെ, ഒരു ലൂപ്പ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്, ആ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ റിക്കേർഷൻ എന്ന് പറയുന്നത്. ദെൻ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഈസ് എ ബോട്ടം അപ്പ് മെത്തഡോളജിയിൽ വരുന്നതാണ്. അതായത് ബോട്ടം അപ്പ് എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് തുടങ്ങുന്നു. ഓരോ സബ് പ്രോബ്ലംസ്, ഒരു മെയിൻ പ്രോബ്ലത്തിനെ ഡിവൈഡ് ചെയ്ത് സബ് പ്രോബ്ലംസ് ആവുന്നു. ദെൻ സബ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനെ കണ്ടുപിടിക്കണം, ഏറ്റവും താഴെ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബോട്ടം അപ്പ് മെത്തഡോളജി എന്ന് പറയുന്നത്. ഇറ്റ്സ് ഒരു ഒപ്റ്റിമൈസ്ഡ് സൊല്യൂഷൻ ആണ്. ഇറ്റ് റിക്വയർസ് അഡീഷണൽ മെമ്മറി വേണം, ഓക്കെ, ടു സ്റ്റോർ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്. അപ്പോൾ ഇതാണ് ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ വരുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ഫിബൊനാച്ചി സീരീസ് ആണ്. താങ്ക് യു.